ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു പടത്തിൻ്റെ അല്ല, പഴയ ഒരു പടത്തിൻ്റെയാണ്. എന്ന് വെച്ചാൽ നമ്മളെ എന്താ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് കണ്ടിട്ടില്ലേ? പഴയ പടങ്ങൾ നല്ല നല്ല പഴയ ചീത്ത പടങ്ങളൊക്കെ എടുത്തിട്ട് ഒരു റോസ്റ്റ് പോലെ അവതരിപ്പിക്കുന്ന അതിൻ്റെ വേറൊരു വശമാണ്. പഴയ നല്ല പടങ്ങൾ നമ്മളെടുത്ത് പറയുകയാണ്. എന്നുവെച്ചാൽ മലയാളമല്ല, തമിഴ് പടങ്ങൾ. ഓരോ നടന്മാരെയും ഒരു ലിസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിലുള്ള എല്ലാ പടങ്ങളും കണ്ടു തീർക്കലാണ് എൻ്റെ പണി. അങ്ങനെ ഇപ്പം ഞാൻ കുറേ തമിഴ് നടന്മാരെ കുറേ പടങ്ങൾ കണ്ടു തീർത്ത്. അങ്ങനെ തുടങ്ങി എനിക്കിപ്പോൾ അത് ഹോബിയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, 1989 നായകൻ എന്ന് പറഞ്ഞ കമലഹാസൻ്റെ ഒരു പടമുണ്ട്. അത് തൊട്ടിട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ തമിഴ് പടങ്ങളും ഞാൻ തേടി പിടിച്ച് കാണുകയാണ് ഇപ്പോൾ എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ കുറേ നടന്മാരെ എൻ്റെ കരയിൽ ഇത്രയും നാൾ ചെയ്ത പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോപ്പായതും ഹിറ്റായതും അങ്ങനെ പലതും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെങ്കിലും ഇത് നമ്മളെ ചാനലിൽ ഒരു റിവ്യൂ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറ്റിയൊരു പടം ഈ അടുത്തിടയ്ക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പഴയ പടങ്ങൾ നിങ്ങൾക്കറിയാം, പഴയ പടങ്ങൾ ഇപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ച് ക്രിഞ്ചും കുറച്ച് എന്താ പറയുക കുറച്ച് അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പഴയ പടങ്ങളിൽ ഐക്കോണിക് സാധനം അങ്ങനെ പറഞ്ഞ് കാണാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പറയാനുള്ള ഒന്നും അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പണ്ട് കണ്ടതാണ്. പിന്നെ അത് ഓർത്തെടുത്ത് പറയുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം തന്നെ അതിനൊന്ന് കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടി. ഇപ്പം ഒരു പടം കിട്ടി. എന്ന് വെച്ചാൽ നിങ്ങളിത് 90s ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ പടം ഏതാണ്. കാരണം അവർ ധനുഷിൻ്റെ ഫാനായതും പിന്നെ ഈ പടം ഒരു ഐക്കോണിക് സാധനമാണ് അവരെന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. പടത്തിൻ്റെ പേര് കാടൽ കൊണ്ടേ. നമ്മളെ സെൽവരാഘവൻ എന്ന് വെച്ചാൽ ധനുഷിൻ്റെ ഏട്ടൻ ആദ്യം 2002 പടം ധനുഷിനെ കൊണ്ട് ചെയ്തു. അതാണ് ധനുഷിൻ്റെ ആദ്യ പടം. അത് കഴിഞ്ഞ് 2003 ചെയ്ത ഈ പടമാണ് ഈ കാതൽ കൊണ്ടേ. ഇതെന്തായാലും 90s അറിയിക്കും. അതുകൊണ്ട് 90s ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2K കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ 2001 ജനിച്ചവർക്കൊക്കെ 2 വർഷം 3 വയസ്സ് ഉണ്ടാവില്ല ഈ പടം ഇറങ്ങുമ്പോൾ. 2005 ഞാൻ ജനിച്ചത്. എനിക്കപ്പോൾ ജനിച്ചിട്ട് പോലുമില്ല ഈ പടം ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തത് കണ്ടാണ് എന്താണ് അറിയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കാണുമല്ലോ, ഒരു ഹോബിക്ക് പുറത്ത് ഇങ്ങനെ പഴയ തമിഴ് പടം എടുത്ത് കാണുമ്പോൾ ഇതിന് നല്ല അഭിപ്രായം കേട്ട് പിന്നെ ഈ പടം കാണണമെന്നുണ്ട്. പക്ഷെ കാണാൻ തോന്നാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്കറിയാം. കാരണം ഞാനിത് പണ്ട് KTVയിലാന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ സൺ ടിവിൻ്റെ വേറൊന്നും ഉണ്ടായിരുന്നു, സൂര്യ മൂവീസ് പോലെ. അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അതിൻ്റെ ക്ലൈമാക്സ് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങൾ കണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പടത്തിൻ്റെ ഭാഗം കണ്ട് അത് കാണാൻ തോന്നില്ല. പിന്നെ ഇത് എന്താ പറയുക, പിന്നെ ഒരു ക്ലാസ് മുറിയിൽ ഒരു സീനൊക്കെ റീൽസായിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ കടങ്ങി നടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ കുറച്ച് സീൻസൊക്കെ കൊണ്ട് എനിക്ക് കാണണമെന്ന് തോന്നിയില്ല. പിന്നെ ഇതിന് വേറെ തമിഴ് പടമൊന്നും പുതിയത് പഴയത് ഞാൻ തപ്പിയിട്ടൊന്നും വല്ലതും കിട്ടാത്തതുകൊണ്ട് എന്തായാലും കണ്ടു കളയാന്ന് വിചാരിച്ച് ഞാൻ കാതൽ കൊണ്ടേയും കയറ്റി. ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ചെയ്യാൻ വന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കിടിലൻ പടം. സംഭവം ഞാൻ ഇന്നലത്തെ കണ്ടതാണ് പകുതി വെച്ച്. എന്ന് വെച്ചാൽ 1.5 മണിക്കൂറിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ധനുഷിൻ്റെ അഭിനയവും ധനുഷ് ആ സിനിമയിൽ ആ 1.5 മണിക്കൂറിൽ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്യാനില്ല, ഇവരൊന്നും പറയുന്ന പോലെ ഇല്ല, അത്ര ഇതും ക്രിഞ്ചാണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. എന്നുവെച്ചാൽ ഇവരെന്തായാലല്ല ധനുഷും നായികയും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല. ഇതിൽ നായകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചെക്കനപ്പേനെ വേറെ പടത്തിലൊന്നും കണ്ടില്ല. കാരണം ഉറപ്പാണ് ഈ പടത്തോടെ ഫീൽഡ് ഔട്ടായി. കാരണം അഭിനയമില്ല, ഒട്ടും പോരാ. ഓവർ അഭിനയമായിട്ട് വെറുപ്പിച്ച് എൻ്റെ മോനെ തൊലിയൊക്കെ ഒഴിഞ്ഞു പോകുന്ന പോലെ ആയിരുന്നു ആ സമയത്ത്. ആ ചങ്ങായി വരുമ്പോൾ മാത്രം എനിക്ക് സ്ക്രീന് ഒരു രസമില്ലാത്ത വൃത്തിയിട്ട പടം അങ്ങനെ എന്തോ പോലെയൊക്കെ നീ തോന്നി. ഒരു ഡബിൾ മീനിങ് കോമഡി അങ്ങനെ എന്തൊക്കെയൊക്കെയോ അങ്ങനെ തോന്നി. പക്ഷെ ധനുഷ് അപ്പോഴൊക്കെ എപ്പോൾ വരുന്നു അപ്പോഴൊക്കെ ഞാൻ ഈ കണ്ണെടുക്കാതെ കണ്ടു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ധനുഷിൻ്റെ അഭിനയം, ധനുഷിൻ്റെ ക്യാരക്ടർ. പിന്നെ ആ ക്ലാസ് മുറിയിലെ സീൻ എത്ര വട്ടം കണ്ടാലും മറക്കൂല. കാരണം അജാദ് സീനൊക്കെ അങ്ങനെ ഒരു ഇതായിപ്പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, വേൾഡ് കപ്പൊക്കെ അല്ല. അപ്പോൾ ഞാൻ വേൾഡ് കപ്പ് കാണുന്നതിൽ ഞാൻ നിർത്തിവെച്ച് 1.5 മണിക്കൂർ എന്ത് ഞാൻ കണ്ടോ അത് ഈ 1 മണിക്കൂർ കൊണ്ട് സെൽവരാഘവൻ മാറ്റി തന്നു. അത്രയും കിടിലനായിട്ടാണ് ഇതിൻ്റെ ക്ലൈമാക്സും ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അത്ര അടിപൊളിയാണ് സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ധനുഷിൻ്റെ അഭിനയമാണ് പടം കൊണ്ടുപോകുന്നത്. അജാതി സാധനം.
നിങ്ങൾ ആരെങ്കിലും 2K urgency ആയിട്ട് ഇത് കാണാതിരിക്കേണ്ടി പോയി കണ്ടോളൂ. ആദ്യത്തെ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും കുറച്ച് ഉറപ്പിക്കലൊക്കെ തോന്നിയാലും ബാക്കി ലാസ്റ്റ് 1 മണിക്കൂർ നിങ്ങൾ ടോപ്പ് വാച്ചായിട്ട് കാണും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവിടെ തൊട്ട് തുടങ്ങിയത്. ഇതിലും ധനുഷിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എൻ്റെ മോനെ, 10 മിനിറ്റോ 15 മിനിറ്റേ ഉള്ളൂ. ആ മിനിറ്റിനുള്ളിൽ ധനുഷ് ഇത്രയും നേരം ചെയ്തിട്ട് എന്താ പറയുക, ഒരു സൈക്കോത്തേരമൊക്കെ ഉണ്ട്. അതൊക്കെ ന്യായീകരിച്ച് ധനുഷിൻ്റെ ഭാഗത്തെ കറക്റ്റെന്ന് മനസ്സിലാക്കി തന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ പറയൂല, എന്താ പറയുക, ഒരാൾ ജനിക്കുമ്പോൾ ക്രിമിനൽ ആവുന്നില്ല, ഈ സമൂഹമാണ് അവനെ ക്രിമിനലും കുറ്റവാളികളൊക്കെ ആക്കുന്നതിന്. അത് നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ഈ പടം കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ള കുറേ ക്രിമിനൽസ് ആവുന്നതെന്ന്. കാരണം അതിനുള്ള ഉത്തരമൊക്കെ ഈ പടത്തിൽ തന്നെ ഉണ്ട്. ധനുഷിൻ്റെ ഈ ചെറുപ്പകാലത്ത് സംഭവിച്ച കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും ഇതേപോലെ അനുഭവിച്ച ഒരാൾ എന്തായാലും അങ്ങനെ ആവുള്ളൂ. ധനുഷിൻ്റെ ക്യാരക്ടർ അതേപോലെ ആവുള്ളൂ. അതേ സാധനം ധനുഷ് പിടിച്ചു ചെയ്തിട്ടുണ്ട്. എനിക്ക് സങ്കടം ആ ലാസ്റ്റ് ക്ലൈമാക്സ് അത് വല്ലാതെ ഇതായിപ്പോയി. ക്ലൈമാക്സും പിന്നെ അവൻ ധനുഷിൻ്റെ ഫ്ലാഷ് ബാക്ക് കണ്ടപ്പോൾ ധനുഷ് ചെയ്തതന്നെ ശരി. അത് വല്ലാത്ത സീക്വൻസ് ആയിരുന്നു. ഈ 1 മണിക്കൂറിൽ ഈ സെൽവരാഗം കൊണ്ടുപോകലുണ്ടല്ലോ, അണ്ണാ. അതേപോലെ ഞാൻ അണ്ണൻ്റെ എല്ലാ പടം കണ്ടിട്ടുണ്ട്. NGK, പിന്നെ എന്തായിരുന്നു NGK, പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് 1000-ലൊരുവൻ, അത് കഴിഞ്ഞ് പുതുപ്പേട്ട, അങ്ങനെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ റിവ്യൂ ചെയ്യണമുണ്ട്. പക്ഷേ ഇതൊക്കെ പണ്ട് കണ്ടതാണ്. ഞാൻ 1 വർഷം മുമ്പൊക്കെ 2 വർഷം മുമ്പൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഇനി ഓർമ്മ വേണമെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇനി സെൽവരാഘവൻ്റെ ഒരു തെലുങ്ക് പടമുണ്ട്, അത് ഞാൻ കാണുന്നില്ല. അത് മറ്റേ വെങ്കിടേഷിൻ്റെ, അത് ഞാൻ കാണില്ല. പക്ഷേ വേറൊരു പടമുണ്ട് ധനുഷിനെ വെച്ച് ഫസ്റ്റ് ചെയ്ത പടം, ധനുഷിൻ്റെ ആദ്യത്തെ പടം, അത് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് അധികം വേറെ ചിലപ്പോൾ അതിൻ്റെയും കൂടെ റിവ്യൂ ഞാനുണ്ട്. കാരണം എനിക്ക് ഇത് കണ്ടിട്ട് സെൽവരാഘവൻ ഈ ചെയ്ത് വെച്ച് കണ്ടിട്ട് എനിക്ക് അത് കാണാൻ വേണ്ടി ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം അജാതിയായിട്ട് സെൽവരാഘവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെജൻഡറി ആക്ടർ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എൻ്റെ മോനെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ മറ്റു നായകനുണ്ട് അവൻ, പക്ഷേ സെക്കൻഡ് ഹാഫിൽ മര്യാദക്ക് അഭിനയിച്ചിട്ടോ അതെന്ത് പറ്റിയെന്ന് അറിയില്ല. ഇപ്പം നല്ല വയസ്സൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ്റെ പ്രായമൊക്കെ ഉണ്ടാവും, എന്നാലും ചങ്ങായി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് പോരാ. പിന്നെ നായകൻ്റെ ഒരു രക്ഷയില്ല. നായകനേക്കാരോ മറ്റേ എന്തായിരുന്നു റെയിൻബോ കോളനി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നായകൻ. അല്ല, ഇത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ച് റീച്ച് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നായകൻ്റെ കാര്യം പറയണ്ടേ, ഇതേപോലെ ഓവറായിരുന്നു. പിന്നെ സെൽവരാഘവൻ്റെ സിനിമയിൽ കഥയ്ക്കാണ് പ്രാധാന്യം. നായകനാരോ ആവട്ടെ, കഥ കൊണ്ടുപോയിക്കോളും പടം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ കണ്ടിട്ട് കാണാൻ തോന്നുന്നുണ്ട്, പോയി കണ്ടോ. കാരണം അതിനുള്ളതുണ്ട്, വെറുതെ പറയല്ല. നല്ലൊരു പടം, ധനുഷിൻ്റെ ഏറ്റവും നല്ല അടിപൊളി അഭിനയം. പിന്നെന്താ പറയുക, അതേപോലെ ഒരു ടോപ്പ് പടം. ഞാനിനി അടുത്തൊരു ഇങ്ങനത്തെ പഴയ മൂവീസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓൾഡ് മൂവി ഇതുമായിട്ട് വരാം. എന്താ വെച്ചാൽ ഓൾഡ് മൂവീൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരാം.